ഹലോ, ഇന്ന് ഞാനൊരു KFC ചിക്കൻ പോലത്തെ ചിക്കൻ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി കുറച്ച് എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ പീസ് ചെറുതായി കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സാധാരണ പച്ചവെള്ളം ഒഴിച്ച് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം. 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് വിനാഗിരി 2 ടീസ്പൂൺ വിനാഗിരി ഒഴിക്കുന്നുണ്ട്. വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ചതച്ചതിടുന്നുണ്ട്. ഇനി കുറച്ച് ഉപ്പിടാം. 1 ടീസ്പൂണോളം ഉപ്പിട്ടിട്ടുണ്ട് ചിക്കനിൽ. ഇനി കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ പീസാക്കി ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതൊരു അരമണിക്കൂർ അവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി 2 പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ 1 കപ്പിൽ ഒഴിച്ച് ഇനി അടുത്തതിൽ 2 ടേബിൾ സ്പൂൺ മൈദ ഇടുന്നുണ്ട്. ഇപ്പോൾ രണ്ടിലും ഈ 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ കോൺഫ്ലവർ ഇടുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഇതിൻ്റെ കൂടെ തന്നെ ഇടുന്നുണ്ട്. രണ്ടിലും ഒരേപോലെ തന്നെ ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ്. നമ്മൾ ചിക്കനിൽ ഉപ്പിട്ട് വെച്ചുകൊണ്ട് കുറച്ച് ഉപ്പിടാം. രണ്ടിലും കുറച്ച് ഉപ്പിടുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി രണ്ടിലും ഇടുന്നുണ്ട്. 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് പൗഡറാണ് ഇടുന്നത്. 1/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ രണ്ടിലും ഇടുന്നുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ ഞാൻ 2 മുട്ട ഉടച്ച് പോർന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇളക്കി വെക്കുന്നുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ഇടാം. പക്ഷേ ഞാൻ മുളക് പൊടി ഇടുന്നില്ല. മുളക് പൊടി ഇട്ടാൽ കുറച്ച് കളറും കിട്ടും, എരിവും കിട്ടും. ഞാൻ പക്ഷേ മുളക് പൊടി ഇടുന്നില്ല. ആവശ്യമുള്ള ആൾക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി ഇതിലേക്ക് ഇടാം. ഇനി എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ആദ്യം നമ്മൾ വെള്ളത്തിൽ വെച്ച ചിക്കൻ ഊറ്റി വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷമാണ് ഊറ്റി വെച്ചത്. ഇനി ഈ ഓരോ ചിക്കൻ പീസും എടുത്ത് ആദ്യം മുട്ട അടിച്ച് വെച്ച പാത്രത്തിലേക്ക് ഇട്ട് അതിന് ശേഷം ഈ രണ്ടാമത്തെ ബൗളിലുള്ള പൊടിയിലേക്കിട്ട് എണ്ണയിലേക്കിടാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്ക് നല്ല ചൂടുള്ള ചായയും ഇതും കൊടുത്താൽ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല, വലിയ ആൾക്കും. പിന്നെ പ്രത്യേകം പറയുന്നത്, ഇത് അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ്. പലർക്കും അറിയായിരിക്കും, പക്ഷേ ഇത് അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായി. അതുകൊണ്ട് നിങ്ങളെയും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു വശം ആയതിന് ശേഷം എല്ലാം ഞാൻ തിരിച്ചിടുന്നുണ്ട്. നല്ല KFC ചിക്കൻ തിന്നുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടും. കുട്ടികൾക്കെല്ലാം എന്തായാലും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, താങ്ക് യു.